Hello friends, welcome to my channel Mansa Vlog. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്രാഫ്റ്റ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ നാളായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്, പക്ഷേ ഒരു കണ്ടന്റ് ഇല്ലാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇന്നിങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ എൻ്റെ ഒരു പ്ലാൻ ചെയ്തത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു സംഭവം ചെയ്താലോ, നിങ്ങൾ കണ്ടു കേട്ടോ. അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുതേ. സോ ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മുടെ പൂച്ചോറിന് എവിടെയുണ്ട്, മറ്റേത് ഉണ്ടായിരുന്നത് അത് എന്താ പറയുക പെട്ടെന്ന് ഡെഡായിപ്പോയി. അപ്പം ഇപ്പം അത് മാത്രമേ ഉണ്ട് കേട്ടോ. അപ്പം ഗൈസ് എൻ്റെ ബോട്ടിൽസ് ഒന്നും കാണുന്നില്ല, എവിടെയോ കൊണ്ട് വെച്ചിട്ടുണ്ട്. എവിടെയാണെന്ന് എനിക്കറിയില്ല, നോക്കട്ടെ എവിടെയെങ്കിലും കാണണം. ദൈവമേ എവിടെ പോയി? ഗൈസ് ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനത്തെ പോലെ ബിയർ ബോട്ടിൽ ടൈപ്പില്ലേ, അങ്ങനത്തെ ഉദ്ദേശിച്ചത്. ഇത് എനിക്ക് വേണ്ട, കാരണം എനിക്ക് വട്ടത്തിലെ ടൈപ്പാണ് വേണ്ടത്. ഇത് ഇങ്ങനത്തെ എനിക്ക് വേണ്ട. അപ്പം നമുക്ക് വേറെ നോക്കിയേ പറ്റൂ കേട്ടോ. ഞാൻ ചോദിക്കട്ടെ അച്ഛനോട് എവിടെയാണ്. അങ്ങോട്ട് പിന്നെ ഗൈസ് ഞാൻ അറിയാവുന്ന എല്ലാ സ്ഥലത്തും നോക്കി, ഇവിടെ എങ്ങും ഒരു കുപ്പി എന്ന് പറഞ്ഞ സാധനം ഇല്ല. എന്നാലും ഞാൻ നോക്കട്ടെ, ഒന്നോടെ കിട്ടുവാണെങ്കിൽ ഞാൻ നോക്കട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും ബോട്ടിലൊന്ന് അടിപൊളിയാക്കി എടുക്കാം കേട്ടോ. ഇത് എൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് ഫസ്റ്റ് ബോട്ടിൽ ആർട്ട് വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും നല്ലൊരു ബേസ് കോട്ടിൽ തന്നെ കൊടുക്കണം. അതിനുവേണ്ടി ബ്ലാക്ക് പെയിൻറ്റ് എടുക്കുക. അതിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ നല്ല ബേസ് കോട്ട് വേണം. അപ്പോൾ ബ്ലാക്ക് പെയിൻറ്റ് ഇട്ടിട്ട് കുറച്ച് ഗ്ലൂ ഒഴിക്കുക, ഫെവിക്കോൾ ഇട്ടിട്ട് കുറച്ച് പൗഡർ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മിക്സ് ചെയ്ത് നന്നായിട്ട് എടുക്കണം. അത് നന്നായിട്ട് ആക്കട്ടെ. നിങ്ങൾക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ പിന്നെ വെള്ളമൊന്നും ആഡ് ചെയ്തില്ല, സാധാരണ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തോട്ടോ. പിന്നെ നമ്മൾ ഒരു സ്പോഞ്ച് എടുക്കാട്ടോ. നമുക്ക് ഈ വാച്ചൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്നതാണ്. ബ്ലാക്ക് ബോട്ടിലാണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ബ്രൗൺ ഉണ്ട്, എന്നാലും ഒരു ആശ്വാസത്തിന് വേണ്ടി ബ്ലാക്ക് അടിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ചിലപ്പോൾ പെയിൻറ്റ് അടിക്കുമ്പോൾ അടിപൊളിയായിട്ട് വരില്ല, അതുകൊണ്ട് ബ്ലാക്ക് കോട്ട് അടിക്കുന്നതേ ഉള്ളൂ കേട്ടോ. നന്നായിട്ട് സ്പോഞ്ച് വെച്ച് നോക്കാറുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചെറുതായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നന്നായിട്ട് ഉണങ്ങാം കേട്ടോ. നന്നായിട്ട് ഉണങ്ങിയിട്ട് മാത്രമേ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ പിന്നെ എല്ലാം കുളമാവും കേട്ടോ. പിന്നെ രണ്ട് പെയിൻറ്റ് ഞാൻ ഇവിടെ ഇങ്ങനെ മറിഞ്ഞ് പോകാതിരിക്കാൻ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെന്നൊന്നുമില്ല, ഞാനിപ്പോൾ വെച്ച് കൊടുത്തതേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് പെയിൻറ്റ് എടുക്കുക. യെല്ലോയും ഓറഞ്ചും എടുത്താൽ കേട്ടോ. ബാക്കിയൊക്കെ ഞാൻ മിക്സ് നോക്കിയ കളറാണ് കേട്ടോ, അത് എടുക്കണമെന്നില്ല. ഇതുപോലെ രണ്ട് സൈഡിലും ഒരു കുറച്ച് വലിപ്പമുള്ള ടൈപ്പ് ഇതുപോലത്തെ ഒരു ബ്രഷ് എടുത്തിട്ട് ഇങ്ങനെ ആക്കി കഴിയുമ്പം ഒരു ഫ്ലവറിൻ്റെ രീതിയിൽ നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. അപ്പം ആ ഒരു രീതിയിൽ ചെയ്യാം കേട്ടോ. എനിക്കിത് എന്നിട്ടും പോരാൻ തോന്നിയപ്പോൾ ഞാൻ വേറൊരു ബ്രഷ് എടുത്തു, അതിലിങ്ങനെ ഫ്ലവർ ചെയ്തു. നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. ആ ഒരു രീതിയിൽ ഫ്ലവർ നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ട് തന്നെ കിട്ടും. അടിപൊളി സ്റ്റെപ്പാണ് ഈ ഒരു സംഭവം എന്ന് പറയുമ്പം. അങ്ങനെ അത് മൊത്തത്തിൽ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എവിടെയൊക്കെ ചെയ്യാൻ പറ്റുമോ അവിടെ എല്ലാം നിങ്ങളിത് തന്നെ ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ ഫ്രണ്ടിൽ മാത്രമേ അത് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ എനിക്ക് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഇരിക്കണത്. ഇങ്ങനെ നമുക്ക് ഒരു ചെറിയ അടിപൊളിയായിട്ടുള്ള സംഭവം കൂടെ വേണം കേട്ടോ. അതിന് ഇപ്പോൾ മെറ്റാലിക് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്, അതിനകത്ത് യെല്ലോ കളർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ബോക്സിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണല്ലോ, അല്ലാണ്ട് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചിട്ടുള്ളതല്ല കേട്ടോ. അത് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ബ്രഷ് കൊണ്ട് നമ്മൾ ആദ്യം എടുത്ത് ചെറിയ ബ്രഷില്ലേ, അത് വെച്ചിട്ട് സൈഡിൽ ഇങ്ങനെ ഓരോ ഇതിലുകളിൽ സൈഡിലായിട്ട് ഞാനിങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്, പക്ഷേ ബോട്ടിലായിട്ട് ഇതുപോലെയായിട്ട് ഇട്ടില്ല കേട്ടോ. അതുകൊണ്ട് എനിക്കൊരു അടിപൊളിയായിട്ട് തോന്നിയപ്പോൾ ഞാൻ ഇട്ടതാട്ടോ. അപ്പം ഞാൻ എന്തായാലും അതുകൊണ്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല രസമുണ്ടാവും കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ചെറിയ ഫ്ലവറിലായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് നടുക്ക് നമുക്ക് എന്തെങ്കിലും വേണ്ട ഒരു സൺഫ്ലവറൊക്കെ തോന്നിക്കാൻ വേണ്ടിയിട്ട്. അത് പക്ഷേ നമുക്ക് ബ്രൗൺ കൊണ്ടിട്ട് വലിയ ഭംഗി ഉണ്ടാവില്ല, അതുകൊണ്ട് ഒരു കമ്പെടുത്ത് വെള്ള കൊത്തുകളായിട്ട് ഇടാം കേട്ടോ. അപ്പം നല്ല ഭംഗി ഉണ്ടാവും. അതിന് മൊത്തം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ അത് അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. ഒരുപാട് റിസ്ക് എടുക്കണ്ട, എന്നാലും നല്ല ഭംഗിക്ക് വേണ്ടി ഇത് ചെയ്യാം. ഈ ഗ്രീൻ കളർ എടുക്കുക. ഞാനിപ്പോൾ ഇതുപോലത്തെ ഗ്രീനാണ് എടുത്തത്, പക്ഷേ എനിക്ക് ഇത്രയും ഗ്രീൻ വേണ്ട, കാരണം ബ്ലാക്ക് ബോട്ടിലായതുകൊണ്ട് അടിപൊളിയാവില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ള പെയിൻറ്റിൽ ഞാൻ നേരത്തെ ഡോട്ടിട്ട് വെള്ള പെയിൻറ്റ് ഉണ്ടല്ലോ, അത് ബാക്കി ഉണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളിലേക്ക് മിക്സ് ചെയ്തപ്പോൾ ഇതുപോലത്തെ കളർ കിട്ടി. കുറച്ചുകൂടെയൊക്കെ വൈറ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി കളർ കിട്ടും. പക്ഷേ എനിക്ക് ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് ആ ഒരു സ്റ്റെപ്പ് എനിക്ക് കിട്ടിയില്ല. പിന്നെ വീഡിയോയിൽ സ്പേസ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പിന്നെ അങ്ങനെ കുറേ
പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വീഡിയോ ഒക്കെ കളഞ്ഞിപ്പം സെറ്റാക്കി എടുത്തു കേട്ടോ. പിന്നെ നമുക്ക് നല്ല ഒരു അടിപൊളി ബേസ് കോട്ടിന് വേണ്ടിയിട്ട് നമുക്ക് വാർണിഷ് എടുക്കാം. കളറൊന്നും പോകാൻ പാടില്ല. അതുപോലെ തന്നെ എത്ര കാലം വേണമെങ്കിലും ഈ കളർ അടിപൊളിയായിട്ട് ഉണ്ടാവണം. അതുകൊണ്ട് നമ്മൾ വാർണിഷ് എടുത്തു. വാർണിഷ് അടച്ചു വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഈ രീതിയിൽ ഇരിക്കും കേട്ടോ. ഇത് എൻ്റെ മുമ്പേ ഉണ്ടായിരുന്ന വാർണിഷായിരുന്നു. ഇത് രണ്ടും എൻ്റെ അപ്പൂപ്പ എനിക്ക് വാങ്ങിച്ചു തന്നു കേട്ടോ. അപ്പം ഇത് കണ്ടുകഴിഞ്ഞാൽ ഇതിനകത്തുള്ളത് കയ്യിലൊക്കെ പറ്റുന്ന രീതിയിൽ തോന്നും. പക്ഷേ അതിനൊന്നും പറ്റില്ല. നല്ല അടിപൊളി കട്ട പിടിച്ചിരിക്കുകയാണ്. ഇത് കട്ട പിടിച്ചിട്ട് പെയിൻറ്റിലേക്ക് അടിച്ച് കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല. പെയിൻറ്റെല്ലാം ഇളകി വന്ന് ആ ഒരു രീതി ഇരിക്കും. അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള കളർ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. കളറല്ല നമ്മൾ വാർണിഷ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാണ് എൻ്റെ വാർണിഷ് പറയുമ്പോൾ അത് കുത്തി തുറക്കണം. കത്രിക വെച്ച് ഇതുപോലെ സൈഡിൽ നിന്ന് ഇങ്ങനെ ആക്കുമ്പം അത് പതിയെ ഇളകി വരും കേട്ടോ. ഇതുപോലെ നമുക്ക് ഇളകി വരുന്നതാണ്. അപ്പം ചെയ്യുമ്പോൾ എൻ്റെ ടേബിളിൽ പറ്റാൻ പാടില്ല. അതുകൊണ്ട് പോകത്തില്ല. പിന്നെ അതുകൊണ്ട് നമ്മൾ പേപ്പർ എടുത്തു. ആദ്യം ഇംഗ്ലീഷ് പത്രം വെച്ചു. എനിക്ക് സുഖം തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ വേറൊരു പേപ്പർ എടുത്ത് വെച്ചു. എന്നിട്ട് നമ്മൾ വാർണിഷ് എടുത്തിട്ട് മേലെ ഇങ്ങനെ കോട്ട് പോലെ അടിച്ചു കൊടുത്തു കേട്ടോ. നല്ല തിളക്കം കിട്ടാൻ വേണ്ടിയിട്ട് വാർണിഷ് യൂസ് ചെയ്യുക. നിങ്ങളുടെ വേറെ എന്തെങ്കിലും അത് അടിക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എനിക്കിഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്തൊക്കെയോ ഒരു വർക്കാവാത്ത പോലെ ഒരു ഫീലിംഗ് തോന്നി. പിന്നെ അത് വാർണിഷൊക്കെ അടിച്ചപ്പം അങ്ങ് മാറിയിട്ടോ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഒരു ചെറിയ കുപ്പിയുടെ ആവശ്യമല്ലേ ഉള്ളൂ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാനൊരു ഫ്ലവറൊക്കെ ഇട്ട് വെച്ചു. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക. പറ്റുള്ളൂ. ബൈ.